അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്നൊരു കാര്യം കറക്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. മഖാരിജുൽ ഹുറൂഫ്. ഓക്കെ, മഖാരിജുൽ ഹുറൂഫ് എന്ന് വെച്ചാൽ എന്താണ്? മഖ്റജ് അൽ ഹുറൂഫ്, ഹർഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം അല്ലെ? മഖ്റജ് എന്ന് പറഞ്ഞാൽ ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ മഖ്റജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ മഖാരിജുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം, അതാണ് മഖാരിജുൽ ഹുറൂഫ്. ഓക്കെ, ഏതൊരു സ്ഥലത്ത് നിന്നാണോ ഒരക്ഷരം പുറപ്പെടുന്നത്, അല്ലെങ്കിൽ ആ അക്ഷരത്തെ മറ്റക്ഷരങ്ങളിൽ നിന്ന് വേറിട്ട രീതിയിൽ നമുക്ക് കേൾക്കുന്നത്, എവിടെ നിന്നാണോ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്തിനാണ് നമ്മൾ മഖ്റജ് എന്ന് പറയുന്നത്. സ്കോളേഴ്സിന്റെ ഇടയിൽ മഖ്റജുകളുടെ എണ്ണത്തിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ടോട്ടൽ നമ്പർ 17 മഖ്റജുകൾ എന്നുള്ള കണക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പൊ മഖ്റജ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരക്ഷരം പുറപ്പെടുന്ന സ്ഥലം, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് മഖ്റജുകളെ രണ്ട് തരം മഖ്റജുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന് മഖ്റജുൽ മുഹഖഖ് എന്ന് പറയും, വേറൊന്ന് മഖ്റജുൽ മുഖദ്ദർ എന്ന് പറയും. മഖ്റജുൽ മുഹഖഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാവിന്റെയോ ചുണ്ടിന്റെയോ അല്ലെങ്കിൽ വായയുടെയോ ഒക്കെ പ്രത്യേക ഭാഗങ്ങളെ ആശ്രയിക്കുന്ന മഖ്റജിനെയാണ് മഖ്റജുൽ മുഹഖഖ് എന്ന് പറയുന്നത്. അതായത് അതിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഈ ഭാഗങ്ങളെ ഏതെങ്കിലും ഭാഗത്തിനെ ആശ്രയിക്കുന്നുണ്ടാകും. ചിലപ്പോൾ തൊണ്ടയായിരിക്കാം, നാവിനെ ആയിരിക്കാം, ചുണ്ടിനെ ആയിരിക്കാം, ഏതെങ്കിലും ഭാഗങ്ങളെ ആശ്രയിക്കുന്ന മഖ്റജുകളെയാണ് നമ്മൾ മഖ്റജുൽ മുഹഖഖ് എന്ന് പറയും. നമ്മളത് മഖ്റജുകൾ എടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ടേം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള ആർട്ടിക്കുലേഷൻ പോയിന്റിനാണ് മഖ്റജ് മുഹഖഖ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് ചില ഏരിയകളെ അത് ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മഖ്റജുൽ മുഖദ്ദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിന് നേരെ ഓപ്പോസിറ്റ്, പ്രത്യേകമായിട്ട് ഒരു ഭാഗത്തെയും ആശ്രയിക്കാത്ത മഖ്റജുകളെയാണ് മഖ്റജുൽ മുഖദ്ദർ എന്ന് പറയുന്നത്. ഓക്കെ, മഖ്റജുൽ മുഖദ്ദർ നാവിന്റെയോ ചുണ്ടിന്റെയോ വായയുടെയോ ഒരു ഭാഗത്തെയും ആശ്രയിക്കുന്നില്ല. അങ്ങനെയുള്ള മഖ്റജിനെയാണ് നമ്മൾ മഖ്റജുൽ മുഖദ്ദർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് വരുന്നത് മെയിനായിട്ടും നീട്ടാനുള്ള അക്ഷരങ്ങൾ, നീട്ടക്ഷരങ്ങളാണ് മെയിനായിട്ടും വരുന്നത്. അത് ഒരു ഭാഗത്തെയും ആശ്രയിക്കാതെയാണ് അതിന്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നത്. ബാക്കി എല്ലാ അക്ഷരങ്ങളും ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളെ ആശ്രയിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അത് തൊണ്ടയായിരിക്കാം, ചുണ്ടിനെ ആയിരിക്കാം, വായിനെ ആയിരിക്കാം, അങ്ങനെ ഓരോ ഭാഗങ്ങളെ ആശ്രയിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മഖ്റജുകളെ മെയിനായിട്ട് തരംതിരിക്കാം. 17 മഖ്റജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 17 മഖ്റജുകളെ നമുക്ക് മെയിനായിട്ട് ഓരോ ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് മെയിനായിട്ട് 5 മെയിൻ മഖ്റജുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഒന്ന് തൊണ്ട, പിന്നെ നാവ്, ചുണ്ട്, പിന്നെന്താണ്, പിന്നെ ഒഴിഞ്ഞൊരു ഭാഗമുണ്ട് ജൗഫ് എന്ന് പറയും, അതായത് വായയുടെയും
തൊണ്ടയുടെയും വായുടെ അകത്തുള്ള ഒഴിഞ്ഞൊരു ഭാഗമുണ്ട്, ആ ഭാഗത്തിന് ജൗഫ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു ഭാഗം. പിന്നെ ഖൈഷും, തരിമൂക്ക് എന്ന് പറയും. അങ്ങനെ ഈ 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അപ്പൊ മെയിനായിട്ട് നമുക്ക് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ജൗഫ്, അൽ ജൗഫ്, പിന്നെ ഹൽഖ്, ലിസാൻ, ഷഫത്താൻ ആൻഡ് ഖൈഷു. അങ്ങനെ 5 മെയിനായിട്ട് മഖ്റജുകളെ നമ്മൾ തിരിക്കുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ മഖാരിജുൽ ആമ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. മഖ്റജുകളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മഖാരിജുൽ ആമ, പിന്നെ ഒന്ന് മഖാരിജുൽ ഖാസ. ഖാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിനായിട്ട് മഖ്റജുകളുടെ ഉള്ളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളെയാണ് നമ്മൾ മഖാരിജുൽ ഖാസ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനി ഓരോരോ മഖ്റജുകൾ എടുക്കുമ്പോൾ അത് ഞാൻ വ്യക്തമാക്കി തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ആമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള മഖ്റജുകൾ പറയുന്നതും, ഖാസ എന്ന് പറഞ്ഞിട്ടാണ് ഈ മെയിൻ മഖ്റജുകൾക്ക് ഉള്ളിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സിനെ പറയുന്നത് ഖാസ ആയിട്ടുള്ള മഖ്റജുകൾ നമ്മൾ പറയും. ഓക്കെ, മഖാരിജുൽ ആമ, മഖാരിജുൽ ഖാസ. മഖാരിജുൽ ആമയുടെ എണ്ണം 5 എണ്ണമാണ് ഉള്ളത് കേട്ടോ. ഈ 5 മഖ്റജിൽ നിന്നാണ് ഇത്രയും അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. 5 മഖ്റജുകൾക്കുള്ളിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് കുറെ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമുക്ക് കണ്ടോ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മഖ്റജുകൾ ഏതൊക്കെയാണ്? ഹൽഖ്, ജൗഫ്, ലിസാൻ, ഷഫത്താൻ ആൻഡ് ഖൈഷു. ഇത്രയും മഖ്റജുകളാണ് 5 മഖ്റജുകളായിട്ട് ഞാൻ പറഞ്ഞത്. അതിന്റെ പിക്ചറാണ് കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ളത്. ഇപ്പൊ ഈ ജൗഫ് എന്ന് പറയണ്ടോ, അൽ ജൗഫ് എന്ന് പറയുന്നത് ഏതൊക്കെ ഭാഗമാണ്? ഈ തൊണ്ട മുതൽ വായ വരെയുള്ള ഭാഗം മൊത്തം ജൗഫിൽ വരും. ഓക്കെ, നമുക്ക് ഈ ഏരിയ മൊത്തം ജൗഫിനകത്ത് വരും. ഓക്കെ, ഹൽഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടയുടെ ഭാഗമാണ്, തൊണ്ട മാത്രമായിട്ടുള്ള ഭാഗത്തിന് നമ്മൾ ഹൽഖ് എന്ന് പറയും. ലിസാൻ, ലിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാവ്, നാവിന് നമ്മൾ ലിസാൻ എന്നാണ് പറയാ. പിന്നെ ഷഫത്താൻ, 2 ചുണ്ടുകൾ, ഷഫത്താൻ. ഓക്കെ, 2 ചുണ്ടുകളിൽ നിന്നും അക്ഷരങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്താണ്? ഖൈഷൂം, ഖൈഷൂമിൽ നിന്ന് ഒരു സൗണ്ടാണ് പുറത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 ആയിട്ടാണ് മഖ്റജുകളെ തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അൽ ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫത്താൻ ആൻഡ് ഖൈഷു. ഓക്കെ, ഓക്കെ. ഇനി ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഓരോരോ മഖ്റജുകൾ നമുക്ക് എടുത്ത് നോക്കാം. ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൗഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു, തൊണ്ടയുടെയും വായുടെയും അകത്തുള്ള ഒഴിഞ്ഞ ഭാഗത്തിനെയാണ് നമ്മൾ ജൗഫ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഏതൊക്കെ അക്ഷരങ്ങളാണ് പുറത്തു വരുന്നത്? 3 മദ്ദക്ഷരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതൊക്കെയാണ് മദ്ദക്ഷരങ്ങൾ? ഏതൊക്കെയാണ്? ഒന്ന് അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ഈ 3 മദ്ദക്ഷരങ്ങളാണ് ജൗഫിൽ നിന്ന് പുറത്തു വരുന്നത്. 3 മദ്ദക്ഷരങ്ങളുടെ സൗണ്ടാണ് പുറത്തു വരുന്നത്. ആ, ഈ, ഊ. ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടച്ച് ചെയ്യണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. ഒരു ഭാഗവും ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ആ, ഈ, ഊ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഭാഗത്തും അത് സൗണ്ട് പുറത്തേക്ക് വരുന്നത് ഒരു ഭാഗം ടച്ച് ചെയ്തിട്ടല്ല പുറത്തു വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മഖ്റജുൽ മുഖദ്ദർ എന്ന് പറഞ്ഞത്. അതായത് ഒരു ഭാഗത്തെയും ആശ്രയിക്കാതെ പുറത്തു വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വരുന്നത് കൊണ്ടാണ് ജൗഫിനെ നമ്മൾ മഖ്റജുൽ മുഖദ്ദർ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ജൗഫിൽ നിന്ന് ഏതൊക്കെ അക്ഷരങ്ങളാണ് പുറത്തു വരുന്നത്? അലിഫ് മദ്, വാവ് മദ്, യാ മദ്. വാവ് പറയുമ്പോൾ വെറുതെ വാവെന്നും യാ എന്നും പറയരുത്. കാരണം അത് ഒരു ഹർഫായിട്ട് വേറെ മുത്തഹരിക്കായിട്ട് നമുക്ക് ഹറക്കത്തിട്ടുള്ള അവസ്ഥയിലും കാണാൻ പറ്റും വാവിനെയും യാവിനെയും. ഓക്കെ, അപ്പോൾ വാവ് പറയുമ്പോൾ എപ്പോഴും ഇവിടെ ജൗഫിൽ നിന്ന് വരുന്നത് ഏതാണ്? വാവ് മദ്ദും യാ മദ്ദും ആണ്. ഓക്കെ, ഈ അക്ഷരങ്ങളെ, ഈ മദ്ദക്ഷരങ്ങളെ നമ്മൾ വിളിക്കുന്ന എന്ത് വിളിക്കും? ഹുറൂഫുൽ ജൗഫിയ എന്ന് വിളിക്കും. പിന്നെ ഹുറൂഫുൽ മദ്ദിയ എന്ന് വിളിക്കും. ഓക്കെ, അവർക്കുള്ളൊരു ലഖബുകളാണ്, അതായത് വേറെ വിളിക്കുന്ന പേരുകളാണ് ഹുറൂഫുൽ ജൗഫിയ അല്ലെങ്കിൽ ഹുറൂഫുൽ മദ്ദിയ എന്നും പറയും. ഓക്കെ, അപ്പൊ ജൗഫ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ജൗഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായയുടെയും തൊണ്ടയുടെ ഉള്ളിലുള്ള ഇടയിലുള്ള ഒഴിഞ്ഞ ഭാഗമാണ്. ആ ഭാഗത്ത് നിന്ന് പുറത്ത് വരുന്നത് 3 മദ്ദക്ഷരങ്ങളാണ്. ആ മദ്ദക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ് മദ്, വാവ് മദ്, യാ മദ്. പിന്നെ അക്ഷരങ്ങളുടെ മറ്റൊരു പേര്. ഓക്കെ, അക്ഷരങ്ങളെ ഒരുമിച്ച് വിളിക്കുന്ന പേര്. നമുക്ക് ഈ മദ്ദക്ഷരങ്ങൾ 3നെയും കൂടി ഒരുമിച്ച് നമുക്ക് ഹുറൂഫുൽ ജൗഫിയ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഹുറൂഫുൽ മദ്ദിയ എന്ന് വിളിക്കാം. ഓക്കെ,
ഓക്കെ, ഇനി മദ്ദക്ഷരങ്ങളുടെ പിക്ചറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പുറത്ത് വരുന്നത്. ഇത് അലിഫ് മദ്. അലിഫ് മദ് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വായ എങ്ങനെയായിരിക്കും എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. സൗണ്ട് ഇത് കണ്ട, തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നേരെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് സ്ട്രെയിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് സൗണ്ട്. പിന്നെ നമ്മുടെ വായയുടെ അവസ്ഥ എന്തായിരിക്കും? ഫത്ഹ നീട്ടാനാണ് അലിഫ് മദ് ഉപയോഗിക്കുന്നത്, അത് മനസ്സിലാക്കി വെക്കാം. ഫത്ഹ നീട്ടാനാണ് അലിഫ് മദ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫത്ഹ പറയുമ്പോൾ അതേ കണ്ടീഷൻ തന്നെയായിരിക്കണം വായയുടെ പൊസിഷൻ ഉണ്ടാവേണ്ടത്. ഇവിടെ നമ്മുടെ വായ രണ്ടും ജോസ് രണ്ടും തുറന്നിരിക്കും, നാവ് റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കും. അങ്ങനെയായിരിക്കും ഫത്ഹ പറയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും അലിഫ് മദ് പറയുമ്പോഴും. ഓക്കെ, നാവ് എപ്പോഴും റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കും. നാവ് ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അലിഫ് നമ്മൾ ഉച്ചരിക്കുന്ന സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാക്കും. ഓക്കെ, അത് ഹെവിനെസ് കൂടും. എന്നാൽ തീരെ വായ തുറക്കാതെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് പറ്റും? ഒരു ചരിവ് പോലെ വരും. നമ്മുടെ ശബ്ദത്തിനെല്ലാം ഒരു തക്ലീൽ എന്ന് പറയും, ഒരു ചരിവ് വരും. അത് നമ്മുടെ നമ്മൾ ഫോളോ ചെയ്യുന്ന കിറാത്തിൽ ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ അതും വരാൻ പാടില്ല. അതുകൊണ്ട് വായ ആ ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലായിരിക്കണം വായിക്കേണ്ടത്. അതായത് ഒരു നമ്മുടെ രണ്ട് ജോസിനുള്ള ഒരു പെൻസിൽ വെക്കാനുള്ള സ്പേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി യാ മദ് ഉച്ചരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ താഴത്തെ താടിയലുകൾ പതുക്കെ ഒന്ന് താഴും. അതോടൊപ്പം തന്നെ നാവിന്റെ നടുഭാഗം ഉയരും. നാവിന്റെ നടുഭാഗം നമ്മളായിട്ട് ഉയർത്തേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. താടിയലുകൾ താഴുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നാവിന്റെ നടുഭാഗം ഒന്ന് ഉയരും. ഓക്കെ, അതാണ് യാ മദ് അല്ലെങ്കിൽ കെസ്ര. യാ മദ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കെസ്രയെ നീട്ടാൻ വേണ്ടിയിട്ടാണ് യാ മദ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അലിഫ് മദ്, വാ മദ്, യാ മദ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാലോ. അലിഫ് മദ് ഫത്ഹയെ നീട്ടാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലിഫ് മദ് കാണുമ്പോൾ അതിന് മുന്നായിട്ട് എപ്പോഴും ഒരു ഫത്ഹ ഉണ്ടാവും. എന്നാലാണ് അത് അലിഫ് മദ് ആവുന്നത്. യാ മദ് ആവുന്നത് എപ്പോഴാണ്? യാക്ക് സുക്കൂനും അതിന് മുന്നേ കെസ്രയും ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ കെസ്രയെ നീട്ടാനാണ് യാ മദ് ഉപയോഗിക്കുന്നത്. കെസ്ര പറയുമ്പോൾ അതേ അവസ്ഥയായിരിക്കും വായിക്ക് യാ മദ് പറയുമ്പോഴും. ഓക്കെ, അതാണ് നമ്മുടെ താടിയിൽ പതുക്കെ ഒന്ന് താഴും, അതോടുകൂടി നാവിന്റെ മധ്യഭാഗം ചെറുതായിട്ടൊന്ന് ഉയരുകയും ചെയ്യും. ഇനി വാവ് മദ് പറയുമ്പോൾ വാവ് മദ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലൊമ്മയെ നീട്ടാൻ വേണ്ടിയിട്ടാണ് വാവ് മദ് ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പോൾ വാവ് മദ്ദിന് മുമ്പ് എപ്പോഴും വാവ് ഹറക്കത്തില്ലാണ്ടായിരിക്കും. മുസ്ഹഫിലെ മദ്ദക്ഷരങ്ങളെല്ലാം ഹറക്കത്തില്ലാണ്ടായിരിക്കും. അതായത് സുക്കൂനോ ഒന്നും കാണില്ല, ഒരു ചിഹ്നവും ഇല്ലാണ്ടായിരിക്കും ഈ അലിഫും വാവും യാവും നമുക്ക് മുസ്ഹഫിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ അതിന് മുന്നേ ഉള്ള ഹറക്കത്ത് എപ്പോഴും വാവ് മദ്ദാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എപ്പോഴും ലൊമ്മയായിരിക്കും. കാരണം ലൊമ്മയെ നീട്ടാൻ വേണ്ടിയിട്ടാണ് വാവ് മദ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലൊമ്മ പറയുമ്പോൾ അതേ കണ്ടീഷനാണ് വായ്ക്ക് ഉണ്ടാകുന്നത്. ലൊമ്മ പറയുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ സർക്കിൾ ചെയ്തിരിക്കും. ഓക്കെ, പ്രോപ്പറായിട്ട് സർക്കിൾ ചെയ്തില്ലെങ്കിൽ ആ സൗണ്ട് പ്രോപ്പറായിട്ട് പുറത്ത് വരില്ല. ഓക്കെ, അതോടുകൂടി നമ്മുടെ ചുണ്ട് സർക്കിൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ താടിയിൽ താഴുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നാവിന്റെ മധ്യഭാഗം ഒന്ന് ഉയരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചുണ്ടുകൾ സർക്കിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നാവിന്റെ ബാക്ക് സൈഡ് ചെറുതായിട്ടൊന്ന് ഉയരും. അപ്പോൾ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും വായന്റെ ഷേപ്പ് എന്തായിരിക്കും, നാവിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് അലിഫ് മദ്, വാ മദ്, യാ മദ് പറയുമ്പോഴുള്ള കണ്ടീഷൻ, വായയുടെ കണ്ടീഷനും അതെവിടെ നിന്നാണ് വരുന്നത്, അതിന്റെ മറ്റ് പേരുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ മദ്ദക്ഷരങ്ങളുടെ തന്നെ കണ്ട പിക്ചർ ഒറ്റ പിക്ചറായിട്ട് കൊടുക്കുന്നത്. വാവ് മദ് പറയുമ്പോൾ ചുണ്ടുകൾ എപ്പോഴും സർക്കിൾ ആയിട്ട് ഇതുപോലെ ആയിരിക്കണം കേട്ടോ. അലിഫ് മദ് പറയുമ്പോൾ ഏറ്റവും താഴത്തെ ഉള്ള ഭാഗം നോക്കുക. അലിഫ് മദ് പറയുമ്പോൾ നാവ് റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കും. ആ യെല്ലോ ലൈൻ കൊടുത്തിരിക്കുന്നത് വാവ് മദ്ദിന്റെയാണ്. അപ്പം നാവിന്റെ ബാക്ക് സൈഡ് ചെറുതായിട്ടൊന്ന് ഉയരുന്നത്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? നാവിന്റെ ബാക്ക് സൈഡ് ഉയരുന്നതിന് മുമ്പ് ചുണ്ടുകൾ റൗണ്ട് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ബാക്ക് സൈഡ് ഉയരുന്നത് തന്നെ. നമ്മൾ ഉയർത്തുന്നതല്ല, ചുണ്ടുകൾ റൗണ്ട് ആവുമ്പോൾ താനേ സംഭവിക്കുന്നതാണ് അത് കേട്ടോ. പിന്നെ താടിയലുകൾ പതുക്കെ ഒന്ന് താഴ്മ നടക്കുന്നുണ്ടോ? റെഡ് ലൈൻ മുകളിലേക്ക് പോയിരിക്കുന്നതാണ് യാ മദ്ദിയേക്ക് നാവിന്റെ നടുഭാഗം ചെറുതായിട്ടൊന്ന് ഉയരും. ഓക്കെ, ഇത്രയാണ് മദ്ദക്ഷരങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള മഖ്റജ് നമ്മൾ എടുക്കുന്നത് ഹൽഖ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് മഖ്റജ് മഖാരിജുൽ ആമയിൽ പെട്ടുള്ള ഫസ്റ്റ് മഖ്റജ് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? ജൗഫ്. ജൗഫിൽ നിന്ന് വന്ന അക്ഷരങ്ങളും പഠിച്ചു, അതിന്റെ മറ്റു പേരുകളും അത് ഉച്ചരിക്കുമ്പോൾ വായയുടെ പൊസിഷനും എല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ മഖാരിജുൽ ആമയാണ്
അൽ ഹൽഖ് എന്ന് പറയും, അതായത് തൊണ്ട. തൊണ്ടയിൽ നിന്ന് 3 പോയിന്റ്സിൽ നിന്നായിട്ട് 6 അക്ഷരങ്ങളാണ് പുറത്തു വരുന്നത്. തൊണ്ടയ്ക്ക് 3 പോയിന്റ്സ് ഉണ്ട്. 3 പോയിന്റ്സിൽ നിന്ന് 6 അക്ഷരങ്ങളും പുറത്തു വരുന്നുണ്ട്. 3 ഏരിയകളായിട്ട് തിരിച്ചേക്കാണ് തൊണ്ട, അതായത് ഏറ്റവും താഴ്ഭാഗം, മധ്യഭാഗം, മേൽഭാഗം. തൊണ്ടയെ മൊത്തത്തിൽ നമുക്ക് 3 ഏരിയകളായിട്ട് തിരിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഈ പിക്ചർ നോക്കുക. തൊണ്ടയെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്, മധ്യഭാഗത്ത് നിന്ന് 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്, മുകൾ ഭാഗത്ത് നിന്നും 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അക്ഷരങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗം, ഏറ്റവും താഴ്ഭാഗം നോക്കാം. ഏറ്റവും താഴ്ഭാഗത്തിന് പറയുന്നതാണ് അഖ്സൽ ഹൽഖ്. അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം എന്നാണ്, തൊണ്ടയുടെ അങ്ങേ അറ്റം. ഓക്കെ, നമ്മൾ വായ മുതൽ തൊണ്ട വരെ നോക്കുകയാണെങ്കിൽ, വായിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വായിൽ നിന്ന് ഏറ്റവും അങ്ങേ അറ്റത്തേക്കുള്ള ഭാഗത്താണ് തൊണ്ടയുടെ അടിഭാഗം. അത് നെഞ്ചിനോടടുത്തുള്ള ഭാഗത്ത് നിന്നാണ്. ഓക്കെ, ആ ഭാഗത്തിന് പറയുന്നതാണ് അഖ്സൽ ഹൽഖ്. അഖ്സൽ ഹൽഖിൽ നിന്ന് വന്ന 2 അക്ഷരങ്ങളാണ്, ഒന്ന് ഹംസ, അടുത്തത് ഹ. ഹംസ, ഹ, ഈ 2 അക്ഷരങ്ങളാണ് അഖ്സൽ ഹൽഖിൽ നിന്ന് പുറത്തു വരുന്നത്. ഓക്കെ, അപ്പോൾ ഹംസ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നാണ് പുറത്തു വരുന്നത്. കണ്ടോ, ഹായും അതുപോലെ തന്നെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നാണ് പുറത്ത്. രണ്ടും ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. അറബിക് അക്ഷരങ്ങളിൽ ഹെവി ലെറ്റേഴ്സും ഉണ്ടാവും, ലൈറ്റ് ലെറ്റേഴ്സും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും ലൈറ്റായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. ഒരു ഭാരവും ഇല്ലാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഹംസയും ഹായും. ഓക്കെ, രണ്ടും ഒരേ മഖ്റജ് തന്നെയാണ് കേട്ടോ. അഖ്സൽ ഹൽഖിൽ നിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങളാണ് ഹംസ, ഹ. അടുത്തതായിട്ട് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗം. മധ്യഭാഗത്തിന് പറയുന്നതാണ് വസത്തുൽ ഹൽഖ്. വസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യഭാഗം. ഓക്കെ, വസത്തുൽ ഹൽഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടയുടെ മധ്യഭാഗം. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും 2 അക്ഷരങ്ങളാണ് പുറത്തു വരുന്നത്, ഐനും ഹായും. ഏതൊക്കെയാണ്? ഐൻ, ഹ, 2 അക്ഷരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഐൻ ഉച്ചരിക്കുമ്പോഴും ഹാ ഉച്ചരിക്കുമ്പോഴും എങ്ങനെയാണ് നമ്മളുടെ വായുടെ പൊസിഷൻ എന്നുള്ളത് നോക്കാം. ഐനും ഹാ ഉച്ചരിക്കുന്നത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ശരം. ഈ ഭാഗം കണ്ടോ, ഇതിന് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും നമ്മൾ. ആ ഭാഗം നമ്മൾ ഐൻ ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഭാഗത്തേക്ക് കുറച്ച് നന്നായിട്ട് നീങ്ങിയിരിക്കും. ഹാ ഉച്ചരിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് നീങ്ങില്ല, കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവും. ഐനും ഹായും തമ്മിലുള്ള വ്യത്യാസമാണ്. തൊണ്ടയുടെ മധ്യഭാഗം കൊണ്ടാണ് നമ്മൾ ഐനും ഹാ ഉച്ചരിക്കുന്നത്. ഐനും ഹാ ഉച്ചരിക്കുന്ന സമയത്ത് വരുന്ന ചേഞ്ച് ആണ് പറയുന്നത്. ഐനിന് ആ തൊണ്ടയുടെ വോളും എപ്പിഗ്ലോട്ടിസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഐൻ ഐൻ പറയുമ്പോൾ, എന്നാൽ ഹ പറയുമ്പോൾ നന്നായിട്ട് ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്യും. കണ്ടോ, ഇത് ഐൻ, ഇത് ഹാഡ്. ഹാക്ക് അത്യാവശ്യം നന്നായിട്ട് സ്പേസ് ഉണ്ട്. എപ്പിഗ്ലോട്ടിസും ത്രോട്ട് വോളും തമ്മിൽ നന്നായിട്ട് സ്പേസ് ഉണ്ട്. എന്നാൽ ഐൻ പറയുമ്പോൾ ആ സ്പേസ് കുറച്ചും കൂടി ഒന്ന് ചുരുങ്ങുകയാണ്. എപ്പിഗ്ലോട്ടിസ് കുറച്ചും കൂടി ത്രോട്ടിന്റെ വോളിലേക്ക് നീങ്ങിയിട്ടാണ് നമ്മൾ ഐൻ എന്നുള്ള ഉച്ചരിക്കുന്നത്. ഐൻ പറയുമ്പോൾ ഒരിക്കലും നാവിന്റെ പുറകുവശം വെച്ചിട്ട് നമ്മൾ എപ്പിഗ്ലോട്ടിസ് തള്ളരുതെന്ന് പറയും. അങ്ങനെ തള്ളിക്കഴിയുമ്പോൾ ഐനൊരു ഹെവിനെസ് ഉണ്ടാകും, ഒരു റൈൻ സൗണ്ടിലേക്ക് പോകും. ഓക്കെ, പിന്നെ തീരെ എപ്പിഗ്ലോട്ടിസ് മൂവ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിലും അത് കൂടുതലും സ്ത്രീകളിൽ സംഭവിക്കുന്നതാണെന്ന് പറയുന്നത്. ഹംസയുടെ പോലത്തെ ആ ഒരു സൗണ്ടാ വരുള്ളൂ. ഐൻ എന്നുള്ള സൗണ്ടിന് പകരം ആ എന്നുള്ള സൗണ്ടിന് പകരം ആ എന്നുള്ള സൗണ്ടാണ് വരുള്ളൂ. കാരണം അടുത്തടുത്ത മഖ്റജാണ് ഒന്നാമത്. അപ്പൊ അത് ഉച്ചാരണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഐനും ഹംസയും ആ എന്നുള്ള അക്ഷരവും തമ്മിൽ മാറിപ്പോവരുത്. എഴുത്തിലല്ല, ഉച്ചാരണത്തിൽ അത് മാറിപ്പോവരുത്. അത് വ്യത്യാസം ഉണ്ടാക്കും, അർത്ഥത്തിൽ തന്നെ വളരെയധികം വ്യത്യാസം ഉണ്ടാക്കും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ തൊണ്ടയുടെ 2 ഭാഗങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് അഖ്സൽ ഹൽക്കും പിന്നെ വസത്തുൽ ഹൽക്കും. അഖ്സൽ ഹൽക്കിൽ നിന്ന് പുറത്തു വന്ന അക്ഷരങ്ങൾ ഹംസയും ഹായും, വസത്തുൽ ഹൽക്കിൽ നിന്ന് പുറത്തു വന്ന അക്ഷരങ്ങൾ ഐനും ഹായും. ഓക്കെ, ഇനി അടുത്തത് അദ്നൽ ഹൽക്ക്. അദ്നൽ ഹൽക്ക് എന്ന് പറയുന്നതാണ് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ്.
അത് വായോടടുത്ത് നിന്നിട്ടുള്ള ഭാഗമാണ് അദ്നൽ ഹൽക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്ന് 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഗൈൻ, പിന്നെ ഒന്ന് ഖ. ഗൈനും ഖായും. അതിന്റെ പിക്ചർ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ? വായയുടെ അടുത്തു നിന്നുള്ള ഭാഗത്തുനിന്ന് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് അത്. വായ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, നാവിന്റെ ഏറ്റവും പിറകു വശത്തേക്ക് വന്നിട്ടാണ് ഏറ്റവും ബാക്കിലേക്കായിട്ട് വരും. അവിടെ നിന്നാണ് ഗൈനും ഖായും വരുന്നത്. അപ്പൊ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണത്. ആ ഭാഗത്താണ് ഖായും ഗൈനും വരുന്നത്. രണ്ടും ഒരേ സ്പോട്ട് തന്നെയാണ്, ഒരേ മഖ്റജാണ് നമ്മൾ പറയുന്നതെങ്കിലും ഒരു മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമാണുള്ളത്. ഒന്ന് ഗൈൻ എന്ന് പറയുന്നത് തൊണ്ടയുടെ അടുത്തു നിന്നുള്ള ഭാഗത്തു നിന്നായിരിക്കും. ഖ പറയുന്നത് അത് വായോട് അടുത്തു നിന്നുള്ള ഭാഗത്തുമായിരിക്കും. ചെറിയൊരു എന്ന് പറയുമ്പോൾ ഒരു മൈക്രോ ഡിഫറൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് നമുക്കങ്ങനെ വലിയൊരു ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. പിക്ചർ തന്നെ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാകും. ഇത് ഖ പറയുന്ന സ്പോട്ടും ഇത് ഗൈൻ പറയുന്ന സ്പോട്ട്. ഗൈൻ ജസ്റ്റ് ഒരു ലിറ്റിൽ ബിറ്റ് താഴെ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ഗൈനും ഖായും. പിന്നെ ഞാൻ പറഞ്ഞു ഐനും ഹായും അതുപോലെ തന്നെ ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. ഭാരമില്ലാതെ ലൈറ്റായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഗൈനും ഖായും. ഇപ്പൊ ഈ പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഐൻ ഹ പറയുമ്പോൾ നാവിന്റെ പൊസിഷൻ എങ്ങനെ ഇരിക്കുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? നാവിന് ഒരു ഉയർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ നാവിന്റെ ബാക്ക് സൈഡ് നോക്കുക. ബാക്ക് സൈഡ് എപ്പോഴും താന്നായിരിക്കും ഇരിക്കുന്നത്. ഹംസ ഹ പറയുമ്പോഴും നാവിന്റെ ബാക്ക് സൈഡ് താണാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ലൈറ്റ് ആയിട്ടുള്ള അക്ഷരങ്ങളാണ് കേട്ടോ. ഇനി ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഗൈനും ഖായും. ഈ ഗൈനും ഖായും പറയുമ്പോൾ എപ്പോഴും കണ്ടോ നാവിന്റെ ബാക്ക് സൈഡിന്റെ ഷേപ്പിൽ വ്യത്യാസം വന്നിരിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ഒന്ന് ഉയർന്നാണ് ഇരിക്കുന്നത്. അതായത് ഈ രണ്ടും ഹെവി ലെറ്റേഴ്സ് ആണ്, ഭാരത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഗൈൻ ആൻഡ് ഖ. ഓക്കെ, അപ്പൊ ഈ അക്ഷരങ്ങൾക്ക് ഹെവി ലെറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ ബാക്ക് സൈഡ് ഉയർന്നിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഹെവിനെസ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ പഠിച്ചത് മഖ്റജ് എന്താണെന്നുള്ളത് പഠിച്ചു. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിനാണ് നമ്മൾ മഖ്റജ് എന്ന് പറയുന്നത്. ആ മഖ്റജിൽ തന്നെ മഖ്റജ് മുഖദ്ദർ ഉണ്ടെന്നും മുഹഖഖ് ഉണ്ടെന്നും പഠിച്ചു. മഖ്റജ് മുഖദ്ദർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ഭാഗത്തെയും ആശ്രയിക്കാതെ പുറത്തു വരുന്ന ശബ്ദമായിരിക്കും അത്. ആ മഖ്റജ് അതാണ്. ജൗഫ് മാത്രമാണ് മഖ്റജ് മുഖദ്ദറുള്ളൂ. കാരണം എന്താ? ജൗഫിൽ നിന്ന് വരുന്ന മദ്ദക്ഷരങ്ങളാണ്. ആ മദ്ദക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായയുടെയോ തൊണ്ടയുടെയോ ചുണ്ടിന്റെയോ ഒരു ഭാഗത്തെയും അത് ഡിപ്പെൻഡ് ചെയ്യാണ്ടാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ബാക്കി എല്ലാ മഖ്റജുകളും മഖ്റജ് മുഹഖഖാണ്. അത് ഏതെങ്കിലും ഒരു ഭാഗത്തെ ആശ്രയിക്കുന്നുണ്ടാവും. ഇപ്പൊ ഹൽക്ക് എന്ന് പറയുന്നത് തൊണ്ടയുടെ വിവിധ ഭാഗങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് അക്ഷരം പുറത്തു വരുന്നത് അല്ലെ? അപ്പൊ അതൊക്കെ മഖ്റജ് മുഹഖഖാണ്. ഓക്കെ, പിന്നെ നമ്മൾ മഖ്റജുകളെ ഡിവൈഡ് ചെയ്തു അല്ലെ? മഖ്റജു ആമയായിട്ടും ഖാസയായിട്ടും. മഖാരിജുൽ ആമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള മഖ്റജുകളാണ്, മേജർ ആയിട്ടുള്ള മഖ്റജുകളാണ്. അത് എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് ഉള്ളത്. അതിൽ നിന്ന് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് മഖാരിജുൽ ഖാസ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മഖാരിജുൽ ആമ 5 എണ്ണം ഏതൊക്കെയാണ്? ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫത്താൻ ആൻഡ് ഖൈഷു. ഇതാണ് 5 മെയിൻ ആയിട്ടുള്ള മേജർ മഖ്റജുകൾ. പൊതുവായ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള മഖ്റജുകൾ എന്നൊക്കെ പറയും. ഖാസ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള മഖ്റജുകൾ എന്ന് പറയും. അത് ഇതിൽ നിന്ന് അകത്തുള്ള സ്പെസിഫിക് മഖ്റജുകളാണ്. ഇപ്പൊ ഹൽക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 പോയിന്റ്സ് പഠിച്ചു അല്ലെ? അഖ്സൽ ഹൽക്ക് പഠിച്ചു, വസത്തുൽ ഹൽക്ക് പഠിച്ചു, അദ്നൽ ഹൽക്ക് പഠിച്ചു. ഈ 3 പോയിന്റ്സിനെ, ഈ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സിനാണ് മഖാരിജുൽ ഖാസ എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള മഖ്റജുകളാണത്. ഓക്കെ, അതിപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഇത്ര മനസ്സിലാക്കി വെക്കുക. ആ മെയിൻ ആയിട്ടുള്ള മഖ്റജിന് അകത്ത് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മഖ്റജുകളാണ് അഖ്സൽ ഹൽക്കും വസത്തുൽ ഹൽക്കും അദ്നൽ ഹൽക്കും. അഖ്സൽ ഹൽക്കിൽ നിന്ന് 2 അക്ഷരങ്ങൾ ഹംസ ഹ, രണ്ടും ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. പിന്നെ വസത്തുൽ ഹൽക്കിൽ നിന്ന് 2 അക്ഷരങ്ങൾ ഐൻ ആൻഡ് ഹ, രണ്ടും ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. അദ്നൽ ഹൽക്കിൽ നിന്ന് 2 അക്ഷരങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഒന്നും അറിയില്ല. ആദ്യം അഖ്സൽ ഹൽക്കിൽ നിന്ന് 2 അക്ഷരങ്ങൾ ഹംസ ഹ, വസത്തുൽ ഹൽക്കിൽ നിന്ന് 2 അക്ഷരങ്ങൾ ഐൻ ഹ, ആൻഡ് അദ്നൽ ഹൽക്കിൽ നിന്ന് 2 അക്ഷരങ്ങൾ ഗൈൻ ആൻഡ് ഖ. ആ ഗൈനും ഖയും ഹെവി ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അത് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ നാവിൻ്റെ ബാക്ക് സൈഡ് ഉയർന്നിരിക്കും.
ഓക്കെ ഇൻഷാല്ലാ. അപ്പം ഇന്ന് നമുക്ക് ഇത്രയും എടുത്താൽ മതി. ഇൻഷാല്ലാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ എല്ലാവർക്കും? പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? വലൈക്കും അസ്സലാം മനസ്സിലായി, പക്ഷേ ഒന്നുകൂടി പറഞ്ഞോ. എനിക്ക് ക്ലിയർ ആവുന്നില്ല സൗണ്ട്. സൗണ്ട് ബ്രേക്ക് ആയി പോവാണ് കേട്ടോ. എനിക്ക് ഇങ്ങോട്ട് ക്ലിയർ അല്ല സൗണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതിനകത്ത് ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, ചോദിക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? എനിക്ക് നേരത്തെ സംസാരിച്ചവർ പറഞ്ഞ എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. സൗണ്ട് ബ്രേക്കായി പോവായിരുന്നു അവരുടെ. സ്പെസിഫിക് ആയിട്ട് ഒരു ഭാഗത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതിന്റെ പേരൊന്ന് പറഞ്ഞുതരാം. മഖാരിജുൽ ഖാസ. ഹാഫ. അത് ഞാൻ പിക്ചർ കാണിച്ചു തരാം. അത് മെയിൻ ആയിട്ടുള്ള മഖ്റജുകൾക്ക് ഉള്ളിൽ വരുന്ന സ്പെസിഫിക് പോയിന്റ്സ് ആണത്, ഖാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മേജർ മഖ്റജുകൾ 5 ഓക്കെ. അതിനകത്ത് വരുന്ന മഖ്റജുകളായിരിക്കും, അതിൻ്റെ അകത്ത് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്പോട്ട്സ് ആയിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, ഖാസ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ എല്ലാവരും? ഓക്കെ ആണോ? ഇൻഷാല്ലാ നമുക്ക് ബാക്കി ഭാഗം നാളെ എടുക്കാം. എല്ലാം കൂടെ ഒറ്റ ദിവസം എടുക്കണ്ട. ഇൻഷാല്ലാ. ഓക്കെ മാം, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം. السلام ورحمة الله وبركاته.